കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് പാഠം 8 ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 8 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. ദക്ഷിണേന്ത്യയുടെ ചരിത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ദക്ഷിണ ഭാഗത്ത് വരുന്ന കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടിച്ചേർന്ന ഭാഗത്തെയാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി, ലക്ഷദ്വീപ്. ഈ ദക്ഷിണേന്ത്യയുടെ ചരിത്രമാണ് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മഹാശിലായുഗം. മഹാശിലായുഗം എന്ന് പറയുന്നത് സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമാണ്. ശില എന്ന് പറയുന്നത് കല്ലിനെയാണ്. സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെയാണ് മഹാശിലായുഗം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ സ്മാരകങ്ങൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? മുനിയറ, കല്ലറ, നാട്ടുകല്ല്, കൂടക്കല്ല്, തൊപ്പിക്കല്ല്. ഇതെല്ലാം ദക്ഷിണേന്ത്യയിൽ കണ്ടെത്തിയ സ്മാരകങ്ങളാണ്. ഇവ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതിയാണ്. ശവങ്ങളെ മരിച്ചവരെ അടക്കം ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന രീതികളാണ് ഈ സ്മാരകങ്ങൾ. മുനിയറ, കല്ലറ, നാട്ടുകല്ല്, കൂടക്കല്ല്, തൊപ്പിക്കല്ല്. ഇവിടെ നിന്ന് ഇരുമ്പായുധങ്ങൾ കണ്ടെത്തിയതിനാൽ ഇതിനെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ഇരുമ്പായുധങ്ങൾ ഇവിടെ വെച്ച് കണ്ടെത്തിയതിനാൽ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. മഹാശില യുഗത്തിനെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് സ്മാരകങ്ങൾ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങളും അതിൻ്റെ ജില്ല അല്ലെങ്കിൽ സംസ്ഥാനമാണ് പറയുന്നത്. മറയൂര് ഇടുക്കി ജില്ലയിലാണ്. ചേരമനങ്ങാട് തൃശ്ശൂർ ജില്ലയിൽ, കുപ്പക്കൊല്ലി വയനാട് ജില്ലയിൽ, ഫറോക്ക് കോഴിക്കോട് ജില്ലയിൽ, മങ്ങാട് കൊല്ലം ജില്ലയിൽ, പോർക്കളം തൃശ്ശൂർ, ആനക്കര പാലക്കാട്, ആദിച്ചനല്ലൂർ തമിഴ്നാട്, ബ്രഹ്മഗിരി കർണാടക, കൊട്ടമണൽ തമിഴ്നാട്, നാഗാർജുനക്കോട്ട ആന്ധ്രാപ്രദേശ്. പ്രധാന സ്മാരകങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് മറയൂർ ഇടുക്കി, ചേരമനങ്ങാട് തൃശ്ശൂർ, കുപ്പക്കൊല്ലി വയനാട്, ഫറോക്ക് കോഴിക്കോട്, മങ്ങാട് കൊല്ലം, പോർക്കളം തൃശ്ശൂർ, ആനക്കര പാലക്കാട്, ആദിച്ചനല്ലൂർ തമിഴ്നാട്, ബ്രഹ്മഗിരി കർണാടക, കൊട്ടമണൽ തമിഴ്നാട്, നാഗാർജുനക്കോട്ട ആന്ധ്രാപ്രദേശ്. ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംഘകാല കൃതികളെ കുറിച്ചാണ്. സംഘകാല കൃതികളെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തമിഴ്നാടുകളിലൊക്കെ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന കൃതികളെയാണ് സംഘകാല കൃതികൾ എന്ന് പറയുന്നത്. സംഘകാല കൃതികളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: അകംപാട്ടും പുറംപാട്ടും. അകംപാട്ട്, പുറംപാട്ട്. അകംപാട്ട് എന്ന് പറയുന്നത് കുടുംബജീവിതം, സമൂഹ ജീവിതത്തെയൊക്കെ ചർച്ച ചെയ്യുന്ന കൃതികളാണ്. അകംപാട്ടിൽ കുടുംബജീവിതം, സമൂഹ ജീവിതമൊക്കെ. പുറംപാട്ടിൽ സാമ്പത്തികം, രാഷ്ട്രീയം, സൈന്യം എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്തിരുന്നത്. അകംപാട്ടിൽ കുടുംബജീവിതവും പുറംപാട്ടിൽ സാമ്പത്തികം, രാഷ്ട്രീയം, സൈന്യം ഒക്കെ ചർച്ച ചെയ്യുന്നു. എന്താണ് സംഘങ്ങൾ? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളെയാണ് സംഘങ്ങൾ എന്ന് പറയുന്നത്. ഈ സംഘങ്ങൾ രചിച്ച കൃതികളാണ് സംഘകാല കൃതികൾ. സംഘങ്ങൾ എന്ന് പറയുന്നത് മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളാണ്. പ്രധാന സംഘകാല കൃതികളാണ് പുറന്നാനൂറ്, നറ്റിനായ്, കുറുന്തൊക്കെ, അകന്നാനൂറ്, പതിറ്റുപത്ത്. പ്രധാന സംഘകാല കൃതികളാണ് പുറന്നാനൂറ്, നറ്റിനായ്, കുറുന്തൊക്കെ, അകന്നാനൂറ്, പതിറ്റുപത്ത്. സംഘസാഹിത്യം. ഇത് ടീച്ചേഴ്സ് ടെസ്റ്റിൽ എക്സ്ട്രാ വരുന്നതാണ്. സംഘസാഹിത്യം. സംഘസാഹിത്യത്തെ 3 വകയായി വിഭജിച്ചിട്ടുണ്ട്. 1 പത്തുപാട്ട്, 2 എട്ടുതൊക്കെ, 3 പതിനെൺകീഴ്ക്കണക്ക്. സംഘസാഹിത്യത്തെ 3ആയി വിഭജിച്ചു. 1 പത്തുപാട്ട്, 2 എട്ടുതൊക്കെ, 3 പതിനെൺകീഴ്ക്കണക്ക്. പത്തുപാട്ടിനെയും എട്ടുതൊക്കെയെയും ചേർത്ത് മേൽക്കണക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്.
10 പാട്ടും 8 തൊക്കെയും ചേർന്ന് മേൽക്കണക്ക് എന്നും അറിയപ്പെടുന്നു. കണക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഗ്രന്ഥം എന്നാണ്. കണക്ക് എന്നതിൻ്റെ അർത്ഥം ഗ്രന്ഥം എന്നാണ്. ദെൻ തിരുക്കുറൾ സംഘകാല രചനകളാണ്. തിരുക്കുറൾ തിരുക്കുറൾ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ. തിരുക്കുറൾ രചയിച്ചത് തിരുക്കുറലാണ്. തിരുക്കുറൾ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ. ഇത് എഴുതിയ ആൾ തിരുക്കുറലാണ്. ദെൻ ചിലപ്പതികാരം. ചിലപ്പതികാരം രചയിതാവാരാണ്? ഇളങ്കോ അടികളാണ് ചിലപ്പതികാരം രചിക്കുന്നത്. ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളാണ് കണ്ണകിയും കോവലനും. ഇളങ്കോ അടികളാണ് ചിലപ്പതികാരം രചിക്കുന്നത്. ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളാണ് കണ്ണകിയും കോവലനും. ദെൻ മണിമേഖല. മണിമേഖലയുടെ രചയിതാവ് ചീത്തലായി ചാത്തനാർ. മണിമേഖലയിലെ കഥാപാത്രങ്ങൾ കോവലൻ്റെയും മാധവിയുടെയും മകൾ മണിമേഖലയാണ് മണിമേഖലയിലെ കഥാപാത്രം. മണിമേഖല രചയിതാവ് ചീത്തലായി ചാത്തനാർ. കഥാപാത്രം കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖല. ദെൻ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം പ്രാചീന തമിഴകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിലെ തെക്ക് ഭാഗം ചേർന്ന ഭാഗങ്ങളാണ് പ്രാചീന തമിഴകത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ പ്രാചീന തമിഴകം ഇവിടെ നിലനിന്ന രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രാചീന തമിഴകമായിരുന്നു. തമിഴകം എന്ന് പറയുമ്പോൾ തമിഴ്നാട് മാത്രമല്ല, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിലെ തെക്ക് ഭാഗങ്ങളൊക്കെ ചേർന്നതാണ് പ്രാചീന തമിഴകത്തിൽ ഉൾപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തിലെ നിലനിന്നുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളാണ് ചോളർ, ചേരർ ആൻഡ് പാണ്ഡ്യർ. പ്രാചീന തമിഴകത്തെ നാട്ടുരാജ്യങ്ങളാണ് ചോളർ, ചേരർ, പാണ്ഡ്യർ. പ്രാചീന തമിഴകത്തിൻ്റെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? പ്രാചീന തമിഴകത്ത് തൊഴിൽ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിഭജനമുണ്ടായിരുന്നു. തൊഴിലിനനുസരിച്ച് സാമൂഹിക വിഭജനമുണ്ടായിരുന്നു. പക്ഷെ സാമൂഹിക വേർതിരിവ് ഇല്ല. അതായത് ജാതി വ്യവസ്ഥകൾ അന്നില്ലായിരുന്നു. സ്ത്രീ പുരുഷ സമത്വവും പ്രാചീന തമിഴകത്തുണ്ടായിരുന്നു. പ്രാചീന തമിഴകത്തിൻ്റെ സാമൂഹിക ജീവിതം തൊഴിൽ അടിസ്ഥാനത്തിൽ സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. സാമൂഹിക വേർതിരിവുണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായിരുന്നു. ദെൻ പ്രാചീന തമിഴകത്തിൻ്റെ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു? കൃഷി, കന്നുകാലി, മത്സ്യബന്ധനം, വേട്ട എന്നിവയായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം. വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവ ഇറക്കുമതി ചെയ്യുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. പ്രാചീന തമിഴകത്തിൻ്റെ സാമ്പത്തിക ജീവിതം കൃഷി, കന്നുകാലി, മത്സ്യബന്ധനം, വേട്ട എന്നിവയായിരുന്നു ഉപജീവന മാർഗം. വിദേശ വ്യാപാരമുണ്ടായിരുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവ ഇറക്കുമതി ചെയ്യുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ദെൻ തിണകൾ. തിണകൾ പറയുന്നത് പ്രാചീന തമിഴകത്തിൻ്റെ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി 5 ഭൂവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് തിണകൾ എന്ന് പറയുന്നത്. തിണകൾ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ ഐന്തിണകൾ എന്നും പറയും. തിണകൾ അല്ലെങ്കിൽ ഐന്തിണകൾ എന്നും പറയും. 5 തിണകളാണ് ഉണ്ടായിരുന്നത്. തിണ അവരുടെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ്, ആ തിണകളിലുള്ള ആളുകളുടെ ഉപജീവന മാർഗവുമാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ തിണ കുറിഞ്ചി. ഭൂമിശാസ്ത്രം കാടുകളിലും മലകളിലും വസിച്ചിരുന്നവരാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഇവരുടെ ഉപജീവന മാർഗം വനവിഭവം, അതുപോലെ വേട്ട ഒക്കെയായിരുന്നു. ദെൻ രണ്ടാമത്തെ തിണയാണ് മുല്ലായി. പുൽമേടുകളിലാണ് മുല്ലായി താമസിച്ചിരുന്നത്. അവിടെ കന്നുകാലി വളർത്തലാണ് ഉപജീവന മാർഗം. മൂന്നാമത്തത് പാലായി. വരണ്ട പ്രദേശത്താണ് ഇവരുടെ വാസം. കൊള്ളയായിരുന്നു ഉപജീവന മാർഗം. മരുതം വയൽ പ്രദേശമാണ്. കൃഷിയായിരുന്നു ഉപജീവന മാർഗം. ലാസ്റ്റ് അഞ്ചാമത്തത് നെയ്തൽ. തീരപ്രദേശത്ത് വസിക്കുന്നവരാണ്. മീൻപിടുത്തം, അതുപോലെ ഉപ്പ് കുറുക്കലാണ് ഇവരുടെ ഉപജീവന മാർഗം. അപ്പോൾ 5 തിണകളാണുള്ളത്. ഒന്നാമത്തത് കുറിഞ്ചി, കാട് മലകളിലൊക്കെ വസിക്കുന്നു.
കാടുമലയായതുകൊണ്ട് തന്നെ അവിടെ വനവിഭവങ്ങളും അതുപോലെ കാട്ടിലെ വേട്ട നടത്തിയിട്ടൊക്കെയാണ് ഉപജീവനമാർഗം. 2 മുല്ലായി പുൽമേടുകളിലാണ്. പുൽമേടുകളിൽ കന്നുകാലി വളർത്തിയിട്ട് ഉപജീവനമാർഗം. 3 പാലായി വരണ്ട പ്രദേശമാണ്. ഉപജീവനമാർഗത്തിന് അവർ കണ്ടെത്തിയിരുന്നത് കൊള്ളയായിരുന്നു. മരുതം വയൽ പ്രദേശമാണ്. കൃഷി ചെയ്തിട്ട് ഉപജീവനമാർഗം നടത്തി. 5 നെയ്തൽ തീരപ്രദേശമാണ്. മീൻപിടുത്തം അതുപോലെ ഉപ്പുകുറുക്കലായിരുന്നു ഉപജീവനമാർഗം. ദെൻ അങ്ങാടി എന്ന് പറയുന്നത് എന്താണ്? തിണ ഈ വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് തിണകളിലെ ഈ 5 തിണകളിലും പരസ്പരം അവരുടെ സാധനങ്ങൾ കൈമാറ്റം നടന്നിരുന്നു. ഇതിന് ഉള്ള ഒരു സംവിധാനമായിരുന്നു അങ്ങാടി എന്ന് പറയുന്നത്. തിണകളിലെ സാധന കൈമാറ്റത്തിനുള്ള ഒരു സംവിധാനമാണ് അങ്ങാടി. 2 തരം ചന്തകളാണ് അവിടെ നടന്നിരുന്നത്. അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം എന്ന് പറയുന്നത് അന്തിച്ചന്ത, രാത്രി നടക്കുന്ന ചന്തയാണ് അല്ലലാവണം. നാളങ്ങാടി എന്ന് പറയുന്നത് പകൽ ചന്തയുമാണ്. അങ്ങാടി തിണകളിലെ സാധന കൈമാറ്റ സംവിധാനമാണ്. അല്ലലാവണം എന്ന് പറയുന്നത് അന്തിച്ചന്തയും നാളങ്ങാടി എന്ന് പറയുന്നത് പകൽ ചന്തയുമാണ്. ദെൻ രാഷ്ട്രീയ വ്യവസ്ഥ. പ്രാചീന തമിഴകത്തെ രാഷ്ട്രീയ വ്യവസ്ഥ 3 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്: ചേര, ചോള, പാണ്ഡ്യർ. ഈ ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ വിളിച്ചിരുന്നതാണ് മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ എന്ന്. ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നതാണ് മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ. ഇവരെ കോൻ കടുങ്കോ എന്നും പറഞ്ഞിരുന്നു. കോൻ കടുങ്കോ എന്ന് പറയുന്ന ഭരണാധികാരികൾ ആരാണ്? ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളാണ് കോൻ കടുങ്കോ എന്ന് അറിയപ്പെട്ടിരുന്നത്. ദെൻ ഓരോ നാട്ടുരാജ്യങ്ങളുടെ തലസ്ഥാനം ഏതൊക്കെയാണ്? ചേരർ നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനം വഞ്ചി, ചോളരുടെ തലസ്ഥാനം ഉറയൂര്, പാണ്ഡ്യരുടെ തലസ്ഥാനം മധുരൈ. ഇമ്പോർട്ടൻ്റ് ആണ്. ചേരരുടെ തലസ്ഥാനം വഞ്ചി, ചോളരുടെ തലസ്ഥാനം ഉറയൂര്, പാണ്ഡ്യരുടെ തലസ്ഥാനം മധുരൈ. ദെൻ പ്രാചീന തമിഴകത്തിന് ശേഷം വരുന്നതാണ് പെരുമാക്കൾ. മഹോദയപുരത്തെ പെരുമാക്കൾ CE 9-ാം നൂറ്റാണ്ടിലാണ് പെരുമാക്കൾ രാജ്യം സ്ഥാപിക്കുന്നത്. പെരുമാൾ ഭരണം തുടങ്ങുന്നത് CE 9-ാം നൂറ്റാണ്ടിലാണ്. ഇവരുടെ കേന്ദ്രം മഹോദയപുരമായിരുന്നു. കൊടുങ്ങല്ലൂർക്കടുത്തുള്ള സ്ഥലമാണ് മഹോദയപുരമായിരുന്നു ഇവരുടെ കേന്ദ്രം. പെരുമാക്കളുടെ ഭരണത്തെ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടിരുന്നു. മഹോദയപുരത്തെ രാജാവിൻ്റെ സ്ഥാനപ്പേരുകളായിരുന്നു പെരുമാൾ, ചേരമാൻ, കുലശേഖരൻ എന്നൊക്കെ. ഇവിടുത്തെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരുകളായിരുന്നു പെരുമാൾ, ചേരമാൻ, കുലശേഖരൻ. പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുഗോദ, ഭാസ്കരരവി. മഹോദയപുരത്തെ പെരുമാക്കൾ ഈ ചേര പ്രാചീന തമിഴകത്തിന് ശേഷം ഉയർന്നു വന്നൊരു ഭരണമാണ് പെരുമാൾ ഭരണം. CE 9-ാം നൂറ്റാണ്ടിലാണ് ഇത് ഉയർന്നു വരുന്നത്. ഇവരുടെ കേന്ദ്രം മഹോദയപുരമായിരുന്നു. കൊടുങ്ങല്ലൂരിനടുത്തുള്ളൊരു സ്ഥലമാണ് മഹോദയപുരം. പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടിരുന്നത് പെരുമാൾ ഭരണമാണ്. പിൽക്കാല ചേരർ ഇവിടുത്തെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരുകളായിരുന്നു പെരുമാൾ, ചേരമാൻ, കുലശേഖരൻ. പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? രാമരാജ ശേഖരൻ, സ്ഥാണുരവി, ഇന്ദുഗോദ, ഭാസ്കരരവി. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുഗോദ, ഭാസ്കരരവി. ഇനി പെരുമാൾ രാജ്യത്തിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത്? രാജ്യത്തെ പെരുമാൾ രാജ്യം അതിനെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് നാടുകളായിട്ട് വിഭജിച്ചിരുന്നു. നാടുകളെ പിന്നീട് ദേശങ്ങളായിട്ട് വിഭജിച്ചു. ദേശസൗകര്യത്തിനു വേണ്ടി പെരുമാൾ രാജ്യത്തെ നാടുകളായിട്ട് വിഭജിച്ചു. നാടുകളെ ദേശങ്ങളായിട്ടും ദേശങ്ങളെ കരകളായിട്ടും വിഭജിച്ചു. പെരുമാൾ രാജ്യത്ത് ഇവരുടെ ഭരണം രാജ്യം ഭരിച്ചിരുന്നത് പെരുമാളർ, അതായത് രാജാവിനെയാണ് പെരുമാളർ എന്ന് പറയുന്നത്. രാജ്യം ഭരിച്ചിരുന്നത് പെരുമാളർ. രാജ്യത്തെ
നാടുകളായിട്ട് വിഭജിച്ചു. ഈ നാടുകളിലെ ഭരണം നടത്തിയിരുന്നത് നാടുവാഴികളാണ്. നാടുകളെ ദേശങ്ങളായി വിഭജിച്ചു. ദേശത്ത് ഭരണം നടത്തിയിരുന്നത് ദേശവാഴികൾ. ദെൻ ദേശത്തെ കരകളായിട്ട് വിഭജിച്ചു. അവിടെ പഞ്ചായത്ത് രീതിക്കാണ് ഭരണം നടന്നത്. രാജ്യത്ത് പെരുമാളർ, നാടിൽ നാടുവാഴി, ദേശത്ത് ദേശവാഴി, കരയിൽ പഞ്ചായത്ത്. ദെൻ പെരുമാൾ ഭരണത്തിൽ ഉണ്ടായിരുന്ന പ്രധാന കച്ചവട സംഘങ്ങളാണ് ആ കാലത്തുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, ജ്ഞാനാദേശികർ. പെരുമാൾ ഭരണകാലത്തുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, ജ്ഞാനാദേശികർ. പെരുമാൾ ഭരണകാലത്ത് ഉണ്ടായി വന്ന അനുഷ്ഠാന കലകളാണ് കൂത്ത്, കുടിയാട്ടം. കൂത്ത്, കുടിയാട്ടമൊക്കെ പെരുമാൾ ഭരണകാലത്താണ് ഉണ്ടായി വരുന്നത്. ദെൻ നാടുവാഴി സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ നാടുകൾ പിന്നീട് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങളായി മാറി. പെരുമാക്കന്മാരുടെ രാജ്യം നാടായിട്ട് വിഭജിച്ചിരുന്നു. ഈ നാടുകളിൽ അവിടുത്തെ ഭരണം ചെയ്തിരുന്നത് നാടുവാഴികളാണ്. ഇവർ പിന്നീട് നാടുകളെ പിടിച്ചെടുക്കുകയും നാടുവാഴി സ്വരൂപങ്ങളായി മാറ്റുകയും ചെയ്തു. നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് സ്വയം ഭരണ കേന്ദ്രങ്ങളാണ്. പെരുമാക്കന്മാരുടെ നാടുകൾ പിന്നീട് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങളായിട്ട് മാറി. ഇവിടെ മരുമക്കത്തായ സമ്പ്രദായങ്ങളാണ് സ്വരൂപങ്ങളിൽ നിലനിന്നിരുന്നത്. മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്നത് പിന്തുടർച്ചാ അവകാശം ഒരു രാജാവിന് ശേഷം പിന്നീട് ആ രാജാവിൻ്റെ സഹോദരി പുത്രന്മാർക്ക് സ്ഥാനം ലഭിക്കുന്ന രാജസ്ഥാനം ലഭിക്കുന്നതിനെയാണ് മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങളിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അന്നത്തെ പ്രധാന സ്വരൂപങ്ങളായിരുന്നു കോലത്തുനാട് കണ്ണൂർ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂര് വേണാട്. നാടുവാഴി സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ നാടുകൾ പിന്നീട് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങളായി മാറി. ഇവിടെ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അതുപോലെ പ്രധാന സ്വരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? കോലത്തുനാട് കണ്ണൂർ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂര് വേണാട്. ദെൻ മക്കത്തായ സമ്പ്രദായവും മരുമക്കത്തായ സമ്പ്രദായവുമുണ്ട്. പിന്തുടർച്ചയ്ക്ക് രണ്ട് സമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത്, മക്കത്തായം അല്ലെങ്കിൽ മരുമക്കത്തായം. മക്കത്തായം എന്ന് പറയുന്നത് എന്താണ്? പിന്തുടർച്ചാ അവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. സാധാരണയായിട്ട് പിതാവിൽ നിന്ന് മക്കൾക്ക് പിന്തുടർച്ചാ അവകാശം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് മക്കത്തായം സമ്പ്രദായം എന്ന് പറയുന്നത്. മരുമക്കത്തായം എന്ന് പറയുന്നത് പിന്തുടർച്ചാ അവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് മരുമക്കത്തായം എന്ന് പറയുന്നത്. നാടുവാഴി സ്വരൂപങ്ങളിൽ ഈ സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. ദെൻ പ്രധാന സ്വരൂപങ്ങളെ കുറിച്ച് പഠിക്കാം. കോലത്തുനാട് സ്വരൂപം. കോലത്തുനാട് സ്വരൂപം കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കോലത്തുനാട് സ്വരൂപത്തിലെ ഭരണാധികാരിയെ കോലത്തിരി എന്നാണ് പറയുന്നത്. കോലത്തുനാട് സ്വരൂപം കേന്ദ്രം കണ്ണൂർ, ഭരണാധികാരി കോലത്തിരി. ദെൻ നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് സ്വരൂപം കേന്ദ്രം കോഴിക്കോടാണ്. ഭരണാധികാരി നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരി സാമൂതിരിയാണ്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരിക്ക് ലഭിച്ചു. മാമാങ്കം എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്. നെടിയിരുപ്പ് സ്വരൂപം കേന്ദ്രം കോഴിക്കോട്. ഭരണാധികാരി നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരികളായിരുന്നു സാമൂതിരിമാർ. സാമൂതിരിമാർക്ക് ഒരു ഘട്ടത്തിൽ മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിക്കുന്നുണ്ട്. ദെൻ പെരുമ്പടമ്പ് സ്വരൂപം. പെരുമ്പടമ്പ് സ്വരൂപം കൊടുങ്ങല്ലൂരാണ്. പിൽക്കാലത്ത് ഇത് കൊച്ചി രാജവംശമായിട്ട് മാറുന്നു. ഇതിനെ കൊച്ചി രാജവംശമാക്കി മാറ്റുന്നതാരാണ്? ശക്തൻ തമ്പുരാനാണ്. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂരാണ്. പിൽക്കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജവംശമായിട്ട് മാറുന്നു. ശക്തൻ തമ്പുരാനാണ് കൊച്ചി രാജവംശം സ്ഥാപിക്കുന്നത്. കൊച്ചി രാജവംശം സ്ഥാപിച്ചത് ശക്തൻ തമ്പുരാനാണ്. ദെൻ ലാസ്റ്റ് തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. കേരളത്തിൻ്റെ തെക്കേ അറ്റാണ് വേണാട് അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം നിലനിന്നിരുന്നത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്താണ്
പിൽക്കാലത്ത് ഇത് തിരുവിതാംകൂർ നാട്ടുരാജ്യമായിട്ട് മാറുന്നു. തൃപ്പാപ്പൂർ സ്വരൂപമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യമായിട്ട് മാറുന്നത്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജ്യം സ്ഥാപിക്കുന്നത്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജ്യം സ്ഥാപിക്കുന്നത്. ദെൻ മാമാങ്കം നമ്മൾ പറഞ്ഞു, നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരിമാർക്ക് ഒരു ഘട്ടത്തിൽ മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിക്കുന്നു. എന്താണ് മാമാങ്കം? തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. ഇതിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം വള്ളുവനാട് രാജവംശത്തിലെ വള്ളുവക്കോനാതിരിക്കായിരുന്നു. രക്ഷാപുരുഷ സ്ഥാനം വള്ളുവക്കോനാതിരി വള്ളുവനാട് രാജവംശത്തിലെ രാജാക്കന്മാർക്കായിരുന്നു മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം. ഇത് പിന്നീട് നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി എടുക്കുകയാണ്. രക്ഷാപുരുഷ സ്ഥാനം പിന്നീട് സാമൂതിരിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരി പിടിച്ചെടുത്തു. ദെൻ അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും. ശക്തൻ തമ്പുരാന് കൊച്ചി രാജവംശ സ്ഥാപകനും അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശ സ്ഥാപകനുമാണ്. ഇവർ തമ്മിലുള്ള ഇവരുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടിദാനം നടത്തുന്നതും അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശക്തൻ തമ്പുരാന് നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത് ശക്തൻ തമ്പുരാനാണ്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരാന്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. ശക്തൻ തമ്പുരാന് നാടുവാഴികളെ അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ശക്തൻ തമ്പുരാന് കൊച്ചി രാജ്യത്ത് വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തുന്നത്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത്. എന്താണ് തൃപ്പടിദാനം? അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ തുടങ്ങിയതാണ് തൃപ്പടിദാനം. 1750 ജനുവരി 3 തൃപ്പടിദാനം നടക്കുന്നത്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണിത് ചെയ്യുന്നത്. ശ്രീ പത്മനാഭന് തൻ്റെ ഉടവാൾ അടിയറ വെച്ച് പത്മദാസനായി മാറി. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭന് ഉടവാൾ അടിയറ വെച്ച് പത്മദാസനായി മാറുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഭൂപ്രബുദ്ധ ഭീഷണിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് തൃപ്പടിദാനം ഇദ്ദേഹം ചെയ്യുന്നത്. പ്രബുദ്ധ ഭീഷണിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് തൃപ്പടിദാനം ചെയ്യുന്നത്. 1750 ജനുവരി 3 ഇത് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. കൃത്യമായി പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്